കുട്ടികളെ, അമ്മയുടെ ഹെയർ പാക്കിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ഇടാതെ, അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ ലെയർ എടുത്തും തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലേ അമ്മ? അമ്മ ഒന്ന് ചിരിച്ചോണ്ട് നിൽക്കുവോ? അങ്ങ് അറിഞ്ഞുകൂടാ എന്തായതാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ മുടിയൊക്കെ ജട കളഞ്ഞ് ആ ഒരു കെട്ടൊക്കെ വിട്ട് നമ്മൾ ചീപ്പി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പൗഡർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയ്യിലിട്ടിട്ട് ഗ്ലൗസ് കയറ്റി ഇടാനാണ്, അപ്പൊ പെട്ടെന്ന് കയറ്റി ഇടാൻ പറ്റും. അതുകൊണ്ട് ഇത്തവണ ഞാൻ ആയുഷിന്റെ ഹെന്ന പാക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് വലിയ ഡൗട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട, കെമിക്കൽ ഒന്നും കാണില്ല, നല്ല ഹെർബൽ ആയിട്ട് തന്നെ നമുക്ക് മുടിയിൽ കളർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ യൂസിൽ തന്നെ നല്ല കളർ അങ്ങ് പിടിക്കും എന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ ചിലപ്പോൾ ഒരു 3-4 തവണ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹെന്ന പൗഡർ എടുക്കുകയാണ്. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഇത് ബ്ലാക്ക് മുടിയിൽ ഹെന്ന ചെയ്യുമോന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹെയർ കളർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതങ്ങ് എടുത്തിട്ടാ പോരെ. അങ്ങനൊന്നും പിടിക്കില്ല കേട്ടോ. അത് നമ്മുടെ വൈറ്റ് ഹെയറിൽ മാത്രമേ ഈ ഒരു ഹെന്ന പിടിക്കത്തുള്ളൂ, ബ്ലാക്ക് ഹെയറിൽ പിടിക്കില്ല. അപ്പൊ അമ്മയുടെ മുടിയിലെ താരണവും കാര്യങ്ങളും എല്ലാം പോയി മുടി നന്നായിട്ട് നീളം വെക്കാൻ തുടങ്ങിയത് ഇതൊക്കെ തേക്കാൻ തുടങ്ങിയ പിന്നാണ്. അമ്മ ഇത് ഹെയർ കെയർ ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല കേട്ടോ. മുടി ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ മുടി നരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഹെന്ന ചെയ്തപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഹെന്ന ഇട്ട് കഴിയുമ്പോൾ മുടി ഡ്രൈ ആവും, അതെല്ലാവർക്കും ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് ഓയിലൊന്ന് മുടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തലയോട്ടിലല്ല, മുടിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി കാര്യം പറഞ്ഞിരിക്കേണ്ട, നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ എന്റെ കയ്യിലൂടെ കളറാവും. അപ്പൊ ഈ ഹെന്ന പൊട്ടിച്ചു. ഇനി ഞാനിത് സ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ, ഇതിൽ നന്നായിട്ട് കളറ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധനം കൊണ്ട് തന്നെ ഇളക്കി എടുക്കുക. ഓരോരുത്തരുടെ മുടിക്ക് അനുസരിച്ചിരിക്കും ഈ ഒരു ഡപ്പയിൽ എത്ര തവണ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ. അമ്മയ്ക്ക് നല്ല ഹെയർ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഇത് ഫുള്ള് വേണ്ടി വരും, പറയാൻ പറ്റൂല. നിങ്ങൾക്ക് കുറച്ച് ഹെയറേ ഉള്ളെങ്കിൽ ഇത് കുറേ തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അമ്മയെ ഒരു കസേര കൊണ്ടിരുത്തിയിട്ട് ഇനിയിപ്പോൾ ഫുള്ള് അപ്ലൈ ചെയ്യാൻ പോവാണ്. ബാ, കുട്ടിയും പട്ടിയും കൂടെ എങ്ങോട്ടാ? ഞാനൊന്ന് വീഡിയോ ചെയ്തോട്ടെ. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ചീപ്പ് എടുത്തിട്ടില്ല, കാരണം ചീപ്പ് ഫുള്ള് കളറായി പോയാലൊന്ന് പേടിച്ചിട്ട് അമ്മ ഇത് ഇളക്കാൻ കൊണ്ടുവന്ന സ്പൂണാ. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞു സ്പൂണ് തന്നെ മതിയെന്ന്. ആരോ പറഞ്ഞായിരുന്നു അമ്മ ഈ കണ്ണാടി എടുത്ത് മാറ്റിക്കൂടെ ഒന്നൊന്ന്, പക്ഷെ അമ്മ മാറ്റത്തില്ല, എന്താന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ എന്താ കറക്റ്റായിട്ട് വൗരെടുക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചെയ്യും. കണ്ടോ ഇവിടെ എല്ലാം വെളുത്തിരിക്കുന്നേ. അപ്പോൾ ഞാൻ കുറേശ്ശെ വൗരെടുക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വിചാരിക്കും അമ്മയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയുടെ മുടിയിൽ ചെറുതായിട്ട് നമ്മളൊന്ന് തൊട്ടാലും അമ്മയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന പോലെ കാണിക്കും കേട്ടോ. അതുകൊണ്ടാണ് മുഖം അങ്ങനെ വച്ചേക്കുന്നത്. അത് മുടിയുടെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ അങ്ങ് മാറ്റിക്കോളും. അപ്പം ഞാൻ കുറേശ്ശെ ലെയർ പതുക്കെ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇതിൻ്റെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് തലയിലെ താരണം കംപ്ലീറ്റ് ആയിട്ട് മാറും, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. കാരണം അമ്മയുടെ തലയിൽ പൊറ്റ പോലെ ഇളക്കിയെടുക്കാൻ രീതിയിൽ താരണം ഉണ്ടായിരുന്നു. അത് മാറിയത് ഈ ഒരൊറ്റ കാര്യത്തിലൂടെയാണ് കേട്ടോ. തലയോട്ടിയിൽ നന്നായിട്ട് തേച്ചു കൊടുക്കണം താരണമുള്ളവർ, അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇത് നിങ്ങൾ മാസത്തിൽ 2 തവണ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇന്ന് അമ്മയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് തേച്ചു കൊടുക്കുന്നത് അല്ലേ അമ്മ? കഴിഞ്ഞ തവണ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ തേച്ചിട്ട് അമ്മ അത് എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇത്തവണ ഞാൻ കറക്റ്റായിട്ടാണ് തേച്ചു കൊടുക്കുന്നത്. ആയിട്ട് എടുത്ത് തേച്ചു കൊടുക്കണം കേട്ടോ മുടിയിൽ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ചിലർക്ക് സംശയമില്ലേ കറുത്ത മുടി ചെമ്പിക്കുമോന്നൊക്കെ. എങ്കിൽ പിന്നെ അമ്മയുടെ ഫുൾ മുടിയും ചെമ്പ് കളറ് ഇരിക്കണ്ടേ. ഇത് നരച്ച മുടി മാത്രമല്ലേ അമ്മയ്ക്ക് കളർ വെക്കുന്നുള്ളൂ, അതുകൊണ്ട് അത് പേടിക്കണ്ട കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളാണെങ്കിൽ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ തലയിലെ താരണം എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിലും തലാണ കവറിലും ഒക്കെ കിടന്നു കഴിയുമ്പോൾ നമ്മൾ കിടന്നതിൻ്റെ അതിൻ്റെ ഒരു അംശം അവിടെ എല്ലാം കാണും. നമ്മുടെ ചീപ്പിൽ, നമ്മുടെ ക്ലിപ്പിൽ, അങ്ങനെയൊക്കെ കേട്ടോ. അതൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ പിന്നെയും കിടന്നുറങ്ങും യൂസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ റിസൾട്ട് ആയിരിക്കും. നമ്മളിപ്പോൾ ഇത് ചെയ്തു, നമ്മുടെ തലേന്ന് താരണമൊക്കെ പോയി, പക്ഷെ പിന്നെയും നമ്മൾ കിടന്ന ബെഡിലും ഷീറ്റിലും ഒക്കെ നമ്മൾ കിടക്കുമ്പോൾ തന്നെ പിന്നെയും അത് നമ്മുടെ തലയിലേക്ക് വേഗം തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാസത്തിൽ 2 തവണ ഇതുപോലെ പാക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കിടന്ന തലയാണ കവറും ബെഡ്ഷീറ്റ് കവറും നിങ്ങൾ ഉപയോഗിച്ച തലയിലിടുന്ന ക്ലിപ്പും ബണ്ണും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി യൂസ് ചെയ്യുക കേട്ടോ. പണ്ട് ഞാൻ അമ്മ ഇത് തേക്കാൻ പറയുമ്പോൾ ഉടായ്പ കാണിക്കും കേട്ടോ, എന്ന് വെച്ചാൽ കയ്യിൽ ഗ്ലൗസിൽ ഇത് വെക്കാം. പക്ഷെ ഇന്ന് ഞാൻ നല്ല തിക്കായിട്ട് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ അമ്മയുടെ മുടിയിൽ താപ്പോട്ട് അമ്മയ്ക്ക് തേക്കണ്ട എന്നാ പറയുന്നത്. എങ്കിലും അധികം ഇരിക്കുന്നതെല്ലാം ഞാനത് തേച്ചു കൊടുക്കാം. എന്തായാലും എനിക്കിത് തേക്കണ്ടല്ലോ. നമ്മള് ന്യൂ ജനറേഷൻ അല്ലേ, നമുക്കിതൊന്നും സെറ്റ് ആവൂലല്ലോ. ഇത് കെട്ടി വെക്കും. അപ്പൊ ഞാന് ഇത് ഹെയറിൽ ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് ഒരു 2 നമ്മൾ എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ ജലദോഷം ഉള്ളവരൊന്നും ഒരുപാട് സമയം വെക്കണ്ട. മാക്സിമം ഒരു 3 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേർക്ക്, എന്നെ ഓപ്പോസിറ്റ് നിന്ന് ചിരിപ്പിക്കുന്നു, പിന്നെ കുഞ്ഞു പിള്ളേർക്ക് തണുപ്പുള്ള സമയത്തൊന്നും തേച്ചു കൊടുക്കാതിരിക്കുക. കാരണം ഇത് ഓൾറെഡി നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ജലദോഷവും കാര്യങ്ങളും ഒക്കെ വരും. ഇനി ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു അമ്മയുടെ മുടി എന്താ മോക്ക് കിട്ടാഞ്ഞെന്ന്. അമ്മയുടെ മുടി മോക്ക് കിട്ടിയില്ലേലും എനിക്ക് നല്ല എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു അല്ല അമ്മ. ഞാൻ ഈ പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ എൻ്റെ ഹെയറിന്റെ ഒക്കെ വീഡിയോസ് ഇടാം. എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഷോർട്ടായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഞാൻ അമ്മച്ചിയായി പോയ പോലെ ഫീലൊക്കെ എനിക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇതുപോലൊക്കെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അമ്മയ്ക്ക് നേരെ ഇങ്ങനെയാണ് ഇഷ്ടം. കാരണം അച്ഛൻ മുടി മുറിക്കാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കൊണ്ടാണ് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് അമ്മയ്ക്ക് ചെറിയ ഹെയർ തന്നെയാണ് ഇഷ്ടം. അപ്പൊ അമ്മയുടെ ഹെയറിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 3 മണിക്കൂറാണെങ്കിൽ ഒരു കവർ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇത് കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡൈയുടെ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അപ്പം കാണാം. അപ്പൊ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ നടന്നു കേട്ടോ. അമ്മയ്ക്ക് ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്കിനി ഇതൊക്കെ കൊണ്ട് കളയാം. ഹെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അമ്മയ്ക്കിത് വാഷ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. കുളിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നൊരു റിസൾട്ട് ഒന്നും കിട്ടില്ല, പക്ഷെ അകത്തോട്ടെ മുടിയെല്ലാം നന്നായിട്ട് കളറായിട്ടുണ്ട് കേട്ടോ. തിരിച്ചേ സൈഡും ആയിട്ടുണ്ട്. ഇനി ഡൈ പാക്ക് ഒക്കെ ഇടുമ്പോൾ സെറ്റ് ആവും കേട്ടോ അമ്മ. ഇനി ഈ മുടി ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഡൈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? അമ്മയ്ക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടി അമ്മ ഇട്ടതാട്ടോ. ഇനി ഇത് മുടി നന്നായിട്ട് ഉണങ്ങണം. ഹീറ്ററുണ്ട്, ഞാൻ ഹീറ്റ് ചെയ്ത് തരാം. അല്ലെങ്കിൽ ആ ഫാൻ ഇട്ട് അതിൻ്റെ അടിയിലിരി. ഹെയർ ഡൈ അല്ല, നമ്മുടെ ഹെന്ന പാക്ക് ഒക്കെ ഇട്ടിട്ട് അമ്മയുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഗോൾഡ് കളറ് അമ്മമ്മയുടെ നരച്ച മുറിയായിരുന്നു മോനെ, അതെല്ലാം എന്താ ഒരുവിധം കളറായിട്ടുണ്ട്. അങ്ങനെ പനങ്കൊല പോലത്തെ മുടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വിടുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് നോക്കാം. കുറച്ചൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ഒറ്റ യൂസിലൊന്നും ആവൂല, കാരണം ഇത് കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതായതുകൊണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിക്കോളൂ കേട്ടോ. നേരെ നിന്നേമ്മ. അപ്പം നമുക്ക് ഇനി ഡൈ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതാ. ബാ, വെള്ളം വെച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഡൈ പാക്ക്. ഇത് അമ്മ ആവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ, കുറേശ്ശെ അല്ലേ അമ്മ? അമ്മ ഇത് ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ. കാരണം അമ്മയ്ക്ക് മുടിയുടെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ, നെറ്റിയുടെ അവിടെ മാത്രമേ അമ്മ ഇങ്ങനെ കറപ്പിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഇങ്ങ് വിടത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ആവശ്യമുള്ളത് എടുക്കുകയാണ്. അപ്പൊ അതിന് വെള്ളം കുറച്ച് വെച്ചു. അതിലേക്ക് നമുക്ക് തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ആവശ്യമാണ്. അമ്മ തേയിലപ്പൊടി എന്നും പറഞ്ഞ് എടുത്ത് വെച്ചേക്കുന്നത് ഗ്രീൻ ടീ ആണോ? അല്ല, ഓക്കെ. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ തേയിലപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇവിടെ കിടന്നത് നല്ലപോലെ തിളച്ച് റെഡിയായിട്ട് വരണം. അതിലേക്ക് നമ്മൾ കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണേ.
ഇനി ഇത് ഇവിടെ തിളക്കട്ടെ കേട്ടോ. തിളച്ച് വറ്റി വരട്ടെ. ഇളക്കണ്ടേ അമ്മ? ഇളക്കി വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പൗഡർ മിക്സ് ചെയ്യാനായിട്ടുള്ളത് റെഡിയാണ്. നമുക്കിനി ഇത് അരിച്ചെടുക്കാം. എടുത്തോ അമ്മേ. സ്പൂണ് അമ്മയ്ക്ക് കൊടുക്കും. അപ്പൊ ഇതിന്റെ ചൂട് ഒന്ന് ആ തിളച്ച ചൂടൊന്ന് മാറി ചെറു ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേന് നമ്മുടെ ഡൈ പൗഡർ എടുക്കാം കേട്ടോ. ഇതിൽ ചാർക്കോൾ പൗഡറും കറി ലീഫും നീം പൗഡറും മുരിങ്ങ പൗഡറും നീലയാമ്പരിയും അമലയുമാണ് കേട്ടോ ഉള്ളത്. അതായത് നെല്ലിക്കയാണുള്ളത്. നീലയാമ്പരിയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചാൽ മതി. അപ്പം ഇതിൻ്റെ ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിക്ക് കട്ട കുത്തും. ചിക്കൻ വെച്ചു. ഈ ഒരു ഡൈ പൗഡർ വെറുതെ വേണമെങ്കിൽ വെള്ളത്തിൽ നമുക്ക് കലക്കി തേക്കാം കേട്ടോ. പക്ഷെ അതിലും കൂടുതൽ റിസൾട്ട് ഇതുപോലെ തേയിലയും കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുകി എടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു സാധനം കലക്കി തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഒരു 2-3 തവണ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ എല്ലാം നല്ല കളർ വെക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ ഓരോ വൗരെടുത്ത് അമ്മയ്ക്ക് അത് ഫുള്ള് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് നരയില്ലാത്തവർ ചെയ്യണ്ട കേട്ടോ. നരയുള്ളവർ മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് എത്ര മണിക്കൂറാമേ? 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് റിസൾട്ട് കാണിക്കാം. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ രണ്ടും ഒരു ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. മുടി ഉണക്കിയിട്ട് ഒരു ദിവസമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചിപ്പൊടി അത് ഇട്ടിട്ട് പിറ്റേ ദിവസം ഈ നീലാംബരിയുടെ പാക്ക് ഇട്ടാൽ മതി കേട്ടോ. അടിപൊളിയായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ 2-3 യൂസിലായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ കഴുകി കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈനെസ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് കാണാം. അങ്ങനെ നമ്മുടെ നീലാംബരി പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അമ്മ അത് കഴുകാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പം നീലാംബരിയും ഇട്ടിട്ട് മുടിയൊക്കെ ഒരുവിധം നല്ലപോലെ ചുമന്നിട്ടുണ്ട് കേട്ടോ. ചുമന്നോ? ഒരുവിധം കറുത്തില്ലേ? ചുമന്നിരിക്കുക മൊത്തം. ഹൈലൈറ്റർ ഇട്ട പോലുണ്ട്. നോക്കി ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അമ്മയുടെ കുറച്ച് മുടി മുറിച്ച് കളയാണ് കേട്ടോ. കുറച്ചധികം മുറിച്ച് കളയുന്നുണ്ട്. കാരണം അത്രയും വേഗം തന്നെ അമ്മ യൂസ് ചെയ്യുന്ന എണ്ണയുടെയും അതുപോലെ ഈ മൈലാഞ്ചി പാക്കും ഇട്ട് കഴിയുമ്പോൾ അത്രയും വേഗം തന്നെ ഹെയർ ഗ്രോ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നേക്ക് 1 മാസം ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തേക്കാം കേട്ടോ. പിടിക്കണ്ട അങ്ങനെ. അതോ അങ്ങനെ വെട്ടല്ലോ. അറിയാൻ വേണ്ടി കളയുന്നത്. കുറച്ചൊന്ന് കേട്ടോ. മുകളിലും പറ്റുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ കൊല്ലുമെന്ന് എനിക്ക് പേടി.
അച്ഛൻ അങ്ങോട്ട് ചെല്ലുമ്പോ കേട്ടില്ല. അച്ഛനെ അങ്ങോട്ട് ചെല്ലുമ്പോ എന്നെ കൊല്ലുവോന്ന്. എന്തിന് ആർക്കെങ്കിലും മുടി ബണ്ണാക്കി വെച്ചാണ് തിരിഞ്ഞ് അപ്പോൾ നമ്മൾ ഹെന്ന പാക്ക് എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് ഡ്രൈ ആവും. പിന്നെ മുടി മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തുമ്പില്ലേ, ആ മുടി മുറിച്ചതിൻ്റെ ആ തുമ്പത്തും കുറച്ച് എണ്ണയൊന്ന് തൊട്ട് കൊടുക്കണം കേട്ടോ. കാരണം സ്പ്ലിറ്റൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കുറച്ച് ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആയുസിൻ്റെ പ്രീമിയം ഹെയർ ഓയിലാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്നത് അവരുടെ സാധാ ഹെയർ ഓയിലായിരുന്നു. അത് ഭയങ്കര റിസൾട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുപ്പി അമ്മ കൊണ്ടുപോയി, ഒരു കുപ്പി വലുത് ഞാൻ അനന്തൂന് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഞാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത്തവണ അമ്മയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. മറ്റേ അമ്മ കഷ്ടപ്പെട്ട് എണ്ണ കാച്ചലായിരുന്നു പരിപാടി. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇപ്പം അമ്മ കണ്ടിന്യൂ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നോട് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.